നമസ്കാരം. ഇന്നത്തെ വിഷയം നിങ്ങളുമായി സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് ജ്യോതിഷത്തിൻ്റെ ഒരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ളൊരു ഭാഗമാണിത്. ബാധക സ്ഥാനം, ബാധക ഗ്രഹങ്ങൾ, ഇത് നമ്മൾ പഠിച്ചിരിക്കണം. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ചെയ്ത വീഡിയോ അത് മരണകാരക സ്ഥാനങ്ങളും മരണകാരക ഗ്രഹങ്ങളെക്കുറിച്ചുമാണ്. ഇവയൊക്കെ നമ്മൾ പഠിച്ചിട്ടില്ലെങ്കിൽ ചിലപ്പോൾ ഈ പ്രവചനത്തിൻ്റെ സൈഡിലൊക്കെ നമ്മൾ പോകുമ്പോൾ പറഞ്ഞത് പൂർണ്ണമായും ഫലിക്കാതെ പോകും. കാരണം ഈ ഗ്രഹങ്ങൾ പ്രത്യക്ഷത്തിൽ നമുക്ക് ദോഷം ചെയ്യുന്നതായി കാണില്ല. പക്ഷെ അവർക്കൊരു നേച്ചർ, ഈ ബാധക ഗ്രഹങ്ങൾ എന്ന് പറഞ്ഞാൽ അത് ഒബ്സ്ട്രക്ഷൻ തരുന്ന ഗ്രഹങ്ങളാണ്. നമ്മുടെ കാഴ്ചയിൽ മനസ്സിലാവില്ല, പക്ഷേ ആ ഗ്രഹങ്ങൾ നമുക്ക് പലതരത്തിലുള്ള തടസ്സങ്ങളും ഉണ്ടാക്കും. അപ്പോൾ അത് എങ്ങനെ, ഏതാണ് അതിൻ്റെ കണ്ടീഷൻസ്, അത് നമുക്കൊന്ന് പരിശോധിക്കാം. എവിടെ എപ്പോഴാണ് ഗ്രഹങ്ങൾ ബാധകന്മാരാകുന്നത്? ഈ ഒരു വിഷയം ബൃഹത് പരാശരഹോര ശാസ്ത്രത്തിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഈ ബാധക ഗ്രഹങ്ങളിൽ ലഗ്നവുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. നമ്മുടെ ഈ ജ്യോതിശാസ്ത്രം ഇങ്ങനെ എലിമെൻസ് ആയിട്ടും അല്ലെങ്കിൽ അതുപോലെ തന്നെ ഈ നമ്മുടെ പുരുഷാർത്ഥങ്ങളും ഇങ്ങനെ ഇത്തരം കാര്യങ്ങളുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു ബാധക ഗ്രഹം എന്ന് പറയുന്നത് അതിൻ്റെ അൾട്ടിമേറ്റായിട്ട് എന്തുകൊണ്ട് ഋഷീശ്വരന്മാർ അങ്ങനെ ഒരു ഗ്രഹങ്ങളെ സൃഷ്ടിച്ചു എന്ന് ചോദിച്ചാൽ അത് നമ്മുടെ മോക്ഷത്തിന് വേണ്ടിയിട്ടാണ്. നമ്മൾ കൂടുതലായിട്ട് കർമ്മങ്ങൾ മാത്രം ശ്രദ്ധിക്കുക, നേട്ടങ്ങൾ ഉണ്ടാക്കുക മാത്രമാണ് ലക്ഷ്യമെങ്കിൽ ജീവിതം അത് പൂർണ്ണമാകുന്നില്ല. ധർമ്മവും അർത്ഥവും കാമവും മോക്ഷവും വേണം. അപ്പം മോക്ഷത്തിലേക്ക് വരാതിരിക്കുന്ന ഒരു സാഹചര്യം വരുമ്പോഴാണ് ഈ ബാധകന്മാരുടെ സ്വാധീനം വരുന്നത്. ഈ നമ്മുടെ രാശി തന്നെ ചരരാശി, മൂവബിൾ, സ്ഥിരരാശി ഫിക്സഡ്, ആൻഡ് പിന്നെ വരുന്നത് ഉഭയരാശി മ്യൂട്ടബിൾ. ഇങ്ങനെ 3 ടൈപ്പ് ഓഫ് രാശികളാണ്. ചരരാശി എന്ന് പറയുന്നത് ഈ അഗ്നിരാശിയാണ്. സ്ഥിരം എന്ന് പറയുന്നത് എർത്ത് രാശിയാണ്. മ്യൂട്ടബിൾ രാശി എന്ന് പറയുന്നത് വായുരാശിയാണ്. ഇവിടെ ഒരു ചോദ്യം വരുന്നുണ്ട്, ഈ എന്തുകൊണ്ട് ജലം ഇതിൽ വരുന്നില്ല എന്ന്. ജലം വളരെ പ്രധാനമായിട്ട് തന്നെ വരുന്നുണ്ട്. ക്യാൻസർ അത് ചരരാശിയാണെങ്കിലും അത് ജലരാശി കൂടിയാണ്. ജലം അത് ഫിക്സഡ് ആയിട്ട്, അത് സ്ഥിരമായി മൂവ് ചെയ്യുന്ന ഒരു ജലരാശിയാണ് കർക്കിടകം. അതുപോലെ തന്നെ വൃശ്ചികം അത് ഫിക്സഡ് ആയിട്ടുള്ള ഒരു രാശിയാണ്. അതുപോലെ തന്നെ ജലം ഫിക്സഡ് ആണ് വൃശ്ചികത്തിലത്. മീനത്തിലത് മ്യൂട്ടബിളാണ്, ഉഭയരാശിയാണത്. ആ സ്വഭാവമാണ് മീനം രാശിയിലെ ജലരാശി പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഈ എലിമെൻസ് ആയിട്ടും നമ്മുടെ പുരുഷാർത്ഥങ്ങളുമായിട്ടും ഒക്കെ ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് ജ്യോതിശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നത്. ജ്യോതിശാസ്ത്രത്തിൻ്റെ അൾട്ടിമേറ്റ് ലക്ഷ്യം മോക്ഷം തന്നെയാണ്. ഇവിടെ എങ്ങനെയാണ് ഈ ഞാൻ പറഞ്ഞ ബാധക ഗ്രഹങ്ങളും ബാധക സ്ഥാനങ്ങളും കാണുക? ഞാൻ പറഞ്ഞല്ലോ, ഇത് ലഗ്നവുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. ഈ ചരരാശി ലഗ്നമായിട്ട് വരുന്നു. ചരരാശി എന്ന് പറഞ്ഞാൽ അത് മേടം, കർക്കിടകം, തുലാം,
മകരം, ഇതാണ് ചരരാശി എന്ന് പറയുന്നത്. ഈ ചരരാശി ലഗ്നമായിട്ട് വരുന്ന ജാതകത്തിൽ അതിൻ്റെ 11ാം ഭാവം, ചരരാശി ലഗ്നമായിട്ട് വരുന്ന ലഗ്നത്തിൻ്റെ 11ാം ഭാവം അവർക്ക് ബാധകസ്ഥാനമായിരിക്കും. അതുപോലെ തന്നെ സ്ഥിരരാശി എന്ന് വെച്ചാൽ മേടം, ചിങ്ങം, സ്കോർപ്പിയോ, വൃശ്ചികം, then comes അക്വേറിയസ്. ഇത് 4 സ്ഥിരരാശികളാണ്. ലഗ്നം സ്ഥിരരാശികളിലായി വരുന്ന ജാതകത്തിൽ അതിൻ്റെ 9ാം ഭാവം, 9th ഹൗസ്, അത് ബാധകസ്ഥാനമായിരിക്കും. 3ാമത് വരുന്നത് ഉഭയരാശിയാണ്. അത് ഉഭയരാശിയായിട്ട് വരുന്നത് ഈ ജെമിനി, മിഥുനം, then comes വിർഗോ, കന്നി, സാഗിറ്റേറിയസ്, ധനു, പിന്നെ വരുന്നത് ലാസ്റ്റിൽ വരുന്ന മീനം. ഇതാണ് മ്യൂട്ടബിൾ രാശി എന്ന് പറയുന്നത്. ആ രാശിയിൽ വരുന്ന ലഗ്നമായിട്ട് വരുന്നവർ 7ാം ഭാവം ആയിരിക്കും ബാധകസ്ഥാനം. ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ 7ാം ഭാവവും 9ഉം 11ഉം ബാധകസ്ഥാനമായി വരുന്നത് എന്ന് ചോദിച്ചാൽ അത് ഒരു നിയന്ത്രണമാണ്. ഈ ചരരാശി എന്ന് പറയുന്ന ചരരാശിക്കാരുടെ സ്വഭാവം എന്ന് പറയുന്നത് അവർ പല തരത്തിലും പല ഏരിയകളിലും പോയിട്ട് പലതും പഠിച്ചിട്ട് പല നേട്ടങ്ങളും ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ഒരു രാശിയാണത്. ഈ രാശി ഒരുപാട് നേട്ടം, ലാഭങ്ങൾ ഉണ്ടാക്കാൻ ഒരുപാട് അധ്വാനിക്കുന്ന രാശിയാണ്. ലാഭങ്ങൾ ധാരാളം കിട്ടുകയും ചെയ്യും. പക്ഷെ അങ്ങനെ ലാഭത്തിൽ മാത്രമുള്ളൊരു ലക്ഷ്യം വന്നാൽ അവിടെ മോക്ഷത്തിനെ പറ്റി ചിന്തിക്കില്ല. ജീവിതം വെറും അധ്വാനം മാത്രമായിരിക്കും. അതുകൊണ്ടാണ് 11 ഇത്തരം രാശിക്കാർക്ക് ബാധകസ്ഥാനമായിട്ട് ഋഷീശ്വരന്മാർ കാണുന്നത്. അതുപോലെ തന്നെയാണ് സ്ഥിരരാശിക്കാരായിട്ടുള്ള ആൾക്കാർ. അവരൊരു സ്ഥിരതയോടുകൂടി ധനം ആണ് പ്രധാനം. അത് സ്ഥിരതയോടുകൂടി ഉണ്ടാക്കുക, മറ്റുള്ള കാര്യങ്ങൾക്കല്ല, സ്പിരിച്വലായിട്ടല്ല ഈ സ്ഥിരരാശിക്കാരുടെ സ്വഭാവങ്ങൾ. അവർക്ക് ധനമാണ് പ്രധാനം. അപ്പോൾ ഇവിടെ അവർ 9ാം ഭാവമാണ് അവരെ ബാധകമായിട്ട് വരുന്നത്. കാരണം അവർക്ക് എന്ത് തരത്തിലുള്ള ധനം, ഭാഗ്യം എന്ത് തരത്തിലും ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവർക്ക് ഈ 9ാം ഭാവത്തിൻ്റെ ശരിയായ ലക്ഷ്യങ്ങൾ മറന്നുപോകും. അവർക്ക് മോക്ഷത്തിനുള്ള ചിന്തകൾ മറന്നുപോകും. അപ്പോൾ അവിടെ അവർക്കൊരു ബാധക കൊടുക്കുകയാണ്, ഒരു ഒബ്സ്ട്രക്ഷൻ കൊടുക്കുകയാണ്. അതാണ് ഋഷീശ്വരന്മാരിങ്ങനെ ഉദ്ദേശിക്കുന്നത്. പിന്നെ വരുന്നത് ഈ ഡുവൽ സൈനാണ്. അത് ജെമിനി മുതൽ ഈ മിഥുനം മുതൽ വരുന്ന രാശികളില്ലേ, ഈ രാശികളിൽ അത് 2 തരത്തിലുള്ള സ്വഭാവങ്ങളൊക്കെയാണ് പറയുന്നത്. എന്നാലും കൂടുതലായിട്ട് അവർ ലൗകികമാണ്. അവർക്ക് ഈ സുഖങ്ങൾ, ലൗകികമായിട്ടുള്ള സുഖങ്ങൾ, ഇതൊക്കെയാണ് അവർക്ക്. അത് കൂടുതൽ അതിൽ തന്നെ ആയിപ്പോകുന്ന ആൾക്കാരെ നിയന്ത്രിക്കാനാണ് ആ രാശിയും ഒരു ബാധക രാശിയായിട്ട് വെക്കുന്നത്. അത് 7th ഹൗസാണ് അവരുടെ ബാധകസ്ഥാനം. അപ്പോൾ ഈ ബാധകസ്ഥാനം എന്ന് പറഞ്ഞാൽ 7th ഹൗസ്, അത് ബാധക സ്ഥാനമാണ്. ആ 7th ഹൗസിൻ്റെ അല്ലെങ്കിൽ 9th ഹൗസിൻ്റെ അല്ലെങ്കിൽ 11th ഹൗസിൻ്റെ അതിൻ്റെ ആ ഓണേഴ്സ്, നാഥന്മാർ, അവരും ബാധകന്മാരായിരിക്കും. അവരെവിടെ ആണോ നിൽക്കുന്നത് ആ നിൽക്കുന്ന സ്ഥാനത്ത് നമുക്ക് ഒബ്സ്ട്രക്ഷൻസ് അല്ലെങ്കിൽ ചില വിപരീതമായ അനുഭവങ്ങൾ
കാണാൻ സാധിക്കും. ഇത് നമ്മൾ പരിശോധിക്കണം. ജാതകം നോക്കുമ്പോൾ ബാധകന്മാരാണോ എന്ന് നോക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. ഈ ഗ്രഹങ്ങൾ അവരുടെ ഈ മഹാദശാകാലങ്ങളിലാണ് അതിൻ്റെ ദോഷങ്ങൾ കൂടുതലായിട്ട് പ്രകടമായിട്ട് വരിക. എന്നാലും അതിനൊക്കെ അത് ഒരു നിയന്ത്രണം ഉണ്ടാകും. ഓൾറെഡി നമ്മൾ നിയന്ത്രിച്ചാൽ ബാധക സ്ഥാനത്തിന് വലിയൊരു പ്രാധാന്യം വരുന്നില്ല. കാരണം നമ്മളെ പുരുഷാർത്ഥത്തിൽ മാനിച്ചുകൊണ്ട്, അല്ലെ മോക്ഷത്തിനെയൊക്കെ മാനിച്ചുകൊണ്ടുള്ള ജീവിതത്തിൽ പോക്കാണെങ്കിൽ ബാധക ഗ്രഹങ്ങൾക്ക് പ്രാധാന്യം അല്ലെങ്കിൽ അത് ഒബ്സ്ട്രക്ഷൻ ചെയ്യാൻ സാധിക്കില്ല. ആ ബാധക ഗ്രഹങ്ങൾക്ക് പിന്നെ മറ്റൊരു ഡൈറ്റി എന്ന് പറഞ്ഞാൽ ഗണപതിയാണ്. ഗണപതി എന്ന് വെച്ചാൽ എല്ലാ സർവ വിഘ്നങ്ങളെയും നമുക്ക് ഇല്ലാതാക്കി തരുന്ന ഒരു ഡൈറ്റി ആയതുകൊണ്ട് ഗണപതി പ്രാർത്ഥന. മറ്റൊരു വഴി എന്ന് പറഞ്ഞാൽ ഏത് ഗ്രഹമാണോ, ഇപ്പം വ്യാഴമാണെങ്കിൽ വിഷ്ണു, അല്ലെങ്കിൽ ശനിയാണെങ്കിൽ ശിവൻ, അയ്യപ്പൻ, ഇങ്ങനെയുള്ള ഓരോ ബാധകൻ ഗ്രഹങ്ങളുടെ അധിപന്മാരായിട്ടുള്ള ദൈവങ്ങളുണ്ടാകും. ആ ദൈവങ്ങളെ നമ്മൾ പ്രാർത്ഥിക്കുന്നതും ഈ ബാധക സ്വഭാവങ്ങളുള്ള ഗ്രഹങ്ങളെ നമുക്ക് നമ്മുടെ നിയന്ത്രണത്തിലേക്ക് കൊണ്ടുവരുവാൻ കഴിയും. കാര്യം സിമ്പിളാണ്. പക്ഷേ ഒരു ജാതകത്തിൽ നമുക്ക് കാണാൻ പറ്റുന്ന, അല്ലെങ്കിൽ നമ്മൾ പഠിച്ചില്ലെങ്കിൽ പല സമയത്തും നമ്മൾ പ്രെഡിക്ഷൻസ് ഒക്കെ തെറ്റിപ്പോകും. അതാണ് നമ്മൾ ബാധക സ്ഥാനവും ബാധകന്മാരാരൊക്കെയാണെന്ന് നമ്മൾ പഠിക്കേണ്ടിയിരിക്കുന്നത്. കൂടുതലായിട്ടൊന്നും ഈ ഒരു വിഷയത്തിൽ പറയാനില്ല. ഇതൊരു ചെറിയൊരു സബ്ജക്റ്റാണ്. കാരണം ഇത് സാധാരണയായിട്ട് നമ്മൾ ജാതക വിശകലനത്തിൽ വരാറില്ല. പക്ഷെ അത് അറിഞ്ഞിരിക്കുന്നത് എപ്പോഴും നല്ലതാണ്. ഞാൻ കൂടുതലായിട്ട് പറയുന്നില്ല. തൽക്കാലം ഇത്ര മാത്രം.